അന്വേഷണം ആദ്യമേ ഈ അപകടം ഉണ്ടായതിനകത്ത് ചെറിയ കുറ്റമൊക്കെ ആരോപിക്കുന്നുള്ളൂ. ബെയിലബിൾ ആണ്. അവരെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ നിന്ന് വിട്ടു. അപ്പം അവരുടെ ഭാഗത്ത് നെഗ്ലിജൻസ് പോലുള്ള കുറ്റകൃത്യങ്ങളായിരിക്കും പറഞ്ഞേക്കുന്ന കാര്യം. ബാരിക്കേഡിംഗ് ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു എന്നുള്ള കാര്യമേ ഉള്ളൂ. ഈ ആൾക്കാരുടെ നിന്ന് കാശ് പിരിച്ചത് ഈ ഇഷ്യൂ കോൺട്രവേഴ്സി ആയതുകൊണ്ടാണ്. പിന്നെ തീർച്ചയായിട്ടും അത് ഫോക്കസ് വന്നത്. അപ്പോഴാണല്ലോ അറിയുന്ന 3500 രൂപ 6000 രൂപ ഒക്കെ വാങ്ങിച്ചെന്ന്. ഇതിനകത്ത് കാസർഗോഡ് നിന്ന് വരെ വന്നവരുണ്ട്. അവരവിടുന്ന് ബസ് പിടിച്ച് ഇവിടെ വന്ന് ഹോട്ടലിൽ താമസിക്കുന്നു. വരുന്ന വഴിക്കുള്ള അവർക്ക് ആഹാരവും മറ്റുള്ള ചെലവുകൾ വീട്ടിൽ നിന്നാൽ ഉണ്ടാകാത്ത എക്സ്പെൻസ് ഒക്കെ ജേർണിയിൽ ഉണ്ടാകുന്നു. എന്നിട്ട് 3500 കൊടുത്തവരുണ്ട്, 6000 വാങ്ങിയവരുണ്ട്, ഒക്കെ ഉണ്ട്. അവസാനം ഗിന്നസ് ബുക്കിന്റെ വേൾഡ് റെക്കോർഡിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 10 രൂപയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ചിലർക്ക് ചിലപ്പം കിട്ടിയെന്ന് ഇരിക്കാം, ചിലപ്പം കിട്ടിയില്ലെന്ന് ഇരിക്കാം. ഇപ്പൊ ഇവര് കേസും ഒക്കെ ആയതുകൊണ്ട് ചിലപ്പം സർട്ടിഫിക്കറ്റ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കിട്ടണമെന്നും ദർ ഇസ് നോ പർട്ടിക്കുലാരിറ്റി. അതിന് നിർബന്ധമില്ല, കിട്ടണം നിർബന്ധമില്ല. അപ്പം നോക്കുമ്പം ആരെങ്കിലും ഇൻഡിവിജ്വൽ പറഞ്ഞ് ചീറ്റിങ്ങിന് കേസ് എടുക്കേണ്ടി വരും. അവർ കൊടുത്ത പ്രോമിസ് അനുസരിച്ച് ചെയ്യണം. 10 രൂപയുടെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി 6000 രൂപ വാങ്ങിക്കുക എന്ന് പറയുന്നത് കേരളത്തിലാണ്. മലയാളികളെ ആർക്കും ചീറ്റ് ചെയ്യാൻ, കാരണം അതിമോഹങ്ങളുള്ള ആൾക്കാരാണ്. അപ്പൊ ഞാൻ പോലീസ് സർവീസിൽ കയറുന്നതിന് മുമ്പേ വിസ ചീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ഈ സെക്കൻഡിലും വിസ ചീറ്റിങ്ങും തട്ടിപ്പുകളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഓൺലൈൻ തട്ടിപ്പ് എല്ലാവരെയും അലേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഡോക്ടർമാരും പ്രൊഫസർമാരും ഒക്കെ അതിനകത്ത്, ബാങ്ക് ഓഫീഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെയൊക്കെ ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ട്. ഈ ഒരു നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് തന്നെ ചിലപ്പോൾ അതൊരു 2000 പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും. ബാക്കി 10000 പേരും ഇത് അറിയാതെ വന്ന് നൃത്തം ചെയ്തു പോകുന്നവരാണ്. ഇപ്പോൾ ഈ ഒരു വിഷയം പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇത് കൂടുതൽ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ എണ്ണവും കൂടുന്ന തരത്തിലേക്ക് മാറില്ലേ? അല്ല, വരുന്നവരെ ഞാൻ വലുതായിട്ട് അവരെ ഞാൻ കുറ്റം പറയില്ല. കാര്യം ഈ നൃത്തവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലെ ഒരു മെഗാ ഷോയിലൊക്കെ ഭാഗമാകുന്നത് അവർക്ക് സന്തോഷമുള്ള. അപ്പൊ അവരുടെ കലാബോധവും കലയോടുള്ള അഭിരുചിയും അതിനോടുള്ള അഭിനിവേശവുമാണ് അവരെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ സംഘാടകരുടെ മുമ്പിൽ ഒരു കുറുക്കൻ കണ്ണുണ്ട്. പണ്ട് ഒരിടത്ത് ഒരു ഫയൽവാൻ എന്ന് പറഞ്ഞതില് നെടുമുടി വേണു എന്ന് പറഞ്ഞ കഥാപാത്രം ഈ ഫയൽവാന്റെ മസിലിനെയും ശക്തിയും ഒക്കെ ചൂഷണം ചെയ്യുന്ന പോലെ ഒരു ചിന്തയുണ്ട്. അതിനകത്തൊരു ഗൂഢ ബിസിനസ് ലക്ഷ്യമുണ്ട്. കാര്യം ഗിന്നസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്യുന്നു, അവർക്ക് ഈ കാശ് കിട്ടുന്നു, അവർക്ക് ഫെയിം കിട്ടുന്നു, അവർ ഇതിൽ നിന്ന് കാശുണ്ടാക്കുന്നു. സ്റ്റേഡിയത്തിനകത്തൊക്കെ പോകുമ്പോൾ പറയും കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാം ആണെന്ന് പറയും. അപ്പൊ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ എക്സംഷൻ കിട്ടും. അങ്ങനെ ഇതെല്ലാം നേടിക്കൊണ്ട് അവസാനം ഇവർക്ക് ഇതിൽ നിന്ന് ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഇതാണ് ഈവന്റ് മാനേജ്മെന്റ് എന്നുള്ള ഒരു കാര്യം. അപ്പൊ ഈവന്റ് നടത്തുമ്പോൾ അവിടെ വരുന്ന ഓരോ വ്യക്തികളുടെയും ജീവനും സ്വത്തിനും കൊടുക്കുന്ന സുരക്ഷിതത്വം, ഇത് നിന്തപ്പം നമ്മൾ കാണുന്നുണ്ട്. ആണും പെണ്ണും എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഇത്രയും പെൺകുട്ടികൾ നിൽക്കുക മിസ്ബിഹേവ് ചെയ്താല് അവിടുന്ന് അവരുള്ള നിലവിളിയും പ്രശ്നമായി ആൾക്കാരെല്ലാം ഓടും. നമുക്കറിയാം 1000 പേര് പരമായിരുന്നു ക്യൂസാറ്റില് 2023 നവംബർ 25 പ്രോഗ്രാമില് ദീക്ഷ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അവിടെ വെച്ച് ഉണ്ടായത്. അപ്പൊ അതില് 4 പേര് മരിക്കുക, 61 പേർക്ക് പരിക്കും പറ്റി. ഇവിടെ 12,000 ചില്ലുവാനും അത് കഴിഞ്ഞ് അവരുടെ പേരൻസും ഉണ്ട്. ആകെ ഒരു ഗേറ്റ് തുറന്നിട്ടുള്ളെന്ന് പറയുന്നു. അപ്പൊ എന്തേലും ഒരു ആരുടെയും മിസ്ബിഹേവിയർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുട്ടികളെല്ലാം അവിടെ സ്റ്റേഡിയത്തിൽ നിന്ന് ഓടുകയോ ഒരു വാതിൽ കൂടി പോയായിരുന്നെങ്കിൽ ക്യൂസാറ്റിൽ ഉണ്ടായതിനേക്കാട്ടിലും കൂടുതൽ ഡെത്ത് ഉണ്ടായിനി. അപ്പൊ പോലീസ് ഇതൊക്കെ എന്തുകൊണ്ട് ഫോഴ്സ് ചെയ്യുന്നില്ല? മൈക്ക് സാങ്ഷൻ വാങ്ങിക്കാൻ വരുമ്പോഴും ഒക്കെ പോലീസ് ഇതിനകത്ത് അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻസ് മീറ്റിംഗ് നടത്തണം. ക്യൂസാറ്റിലെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് റേസ് ചെയ്താണ്. അഡ്വാൻസ് ലൈസൻസ് മീറ്റിംഗ് നടത്തണം. പിന്നെ ഈ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേസ്റ്റ് എല്ലാം നല്ലതായിട്ട് പോകുമെന്ന് പറഞ്ഞാലും വി ഷുഡ് ബി മെന്റലി പ്രിപ്പയർഡ്. നമ്മൾ മാനസികമായി തയ്യാറെടുക്കണം. നാളെ ദോഷങ്ങൾ ഉണ്ടായാൽ അത് എങ്ങനെ ചെയ്യണം. 2012 സേഫ് കൊച്ചി സെക്യൂർ കൊച്ചി എന്ന് പറഞ്ഞ അവിടെ സെമിനാർ നടത്തിയാണ്. കൊച്ചിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും മിക്കവാറും വർഷങ്ങളായിട്ട് കൊച്ചി കിടക്കുന്നവരാണ്. അവരെല്ലാം ആ മീറ്റിങ്ങിനകത്തും പങ്കെടുത്ത് സെക്യൂരിറ്റി മെഷേഴ്സ് എന്തായിരിക്കണം,
തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ എങ്ങനെ അതിനെ ഡീൽ ചെയ്യണം, മേജർ ഈവന്റ്സ് ഉണ്ടായാൽ എങ്ങനെ ഇതുണ്ടാകണം. പക്ഷെ ഞാൻ കണ്ട ഒരു ചെറിയൊരു കാര്യം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ ILDM-കാർ ഇറക്കിയ സർക്കിളിനകത്ത് അവരൊരു SOP ഇറക്കിയിട്ടുണ്ട്. ആ SOP-ക്കകത്ത് പോലീസ് കണ്ടന്റ് വളരെ കുറവാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഡിസാസ്റ്റർ മാനേജ് വരുമ്പോൾ പോലീസിന്റെ റോള് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇത് പ്രിപ്പയർ ചെയ്ത 2 പ്രൊഫസേഴ്സാണ് അവിടെ ഉള്ളവരെ. അവര് പോരാ. ഈ ഇങ്ങനെയുള്ള പബ്ലിക് ഗ്യാതറിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങളും പോലീസിനകത്ത് ഒരു സീനിയർ IG അല്ലെ ADGP ലെവലിലുള്ള ഓഫീസറെ കൂടെ കേട്ടണം. കാര്യം അവരും നാഷണൽ പോലീസ് അക്കാഡമിയിലും അല്ലെ മറ്റിതര ഡിസാസ്റ്റർ മാനേജ്മെന്റ് ട്രെയിനിങ് സെന്ററിലും ഒക്കെ ട്രെയിൻ ചെയ്ത് വന്ന് അവർക്ക് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കാണും. മാത്രമല്ല UN-ന്റെ ബ്ലൂ ബുക്ക് ഉണ്ട്, ഈ പറയുന്ന സെക്യൂരിറ്റി മെഷേഴ്സിനകത്തുള്ള ഇതൊക്കെ അതിനകത്ത് കേട്ടണം. 2 പേര് ഒരു പ്രൊഫസർമാര് ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ILDM-ൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം അതിന് കുറച്ചുകൂടി ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വളരെ വിപുലമായ രീതിയിൽ ചെയ്യുകയും എല്ലാവരുടെ റോള് സ്പെസിഫിക് ആയിട്ടും പറയണം. ഇതും എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല ഇതിൽ നിന്നും പാഠം പഠിക്കുമെന്ന്. കാര്യം നമുക്ക് ഇതിനൊന്നും കൺസേൺ ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നു, മുഖ്യമന്ത്രിയുടെ മരുമോനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു, പിന്നെ വേറെ താരങ്ങളുള്ള മന്ത്രിമാരുണ്ട് അവരെയും പൊക്കിക്കൊണ്ട് നടക്കുന്നു. കോമൺ മാന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ജനാധിപത്യത്തിലെ മാസ്റ്റേഴ്സ് കോമൺ മാൻ ആണെന്ന് ഇവർ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്. ഇവര് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാവരും മനുഷ്യരാണ്. ഹ്യൂമൻ റൈറ്റ്സ് ആർട്ടിക്കിൾ 2(1)(d)-യിൽ പറയുന്നുണ്ട്, ഓൾ ഹ്യൂമൻ ബീങ്സ് ആർ ബോൺ ഫ്രീ, ഈക്വൽ ഇൻ റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി. എല്ലാവരുടെയും ലൈഫ് പ്രഷ്യസ് ആണ്. മുഖ്യമന്ത്രിയുടെ ജീവനും വിലയുണ്ട്, ഗവർണറുടെ ജീവനും വിലയുണ്ട്, സ്ട്രീറ്റിലുള്ള കോമൺ മാന്റെയും ജീവന് വിലയുണ്ട്. അങ്ങനെ സാധാരണക്കാരന്റെ ജീവന് വില വന്നെങ്കിലേ ഇവിടെ നിയമമുണ്ടെന്നും ഇവൻ പറയാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലേ നടപടികൾ എത്രയും വേഗം തന്നെ ഈ ഒരു പരിപാടിയിൽ നിന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ, വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഗുരുതരമായ നടപടികൾ ഉടൻ തന്നെ വേണം. വളരെയധികം നന്ദി സക്രിയ ജോർജ് ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.